ജഗ്ഗു വളരെ നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവനൊരു കുതിരവണ്ടിക്കാരനായിരുന്നു. ജഗ്ഗു, എനിക്ക് ഫത്തേഗഞ്ചിലേക്ക് പോണം. എത്ര സമയം കൊണ്ട് എത്തും? വന്ന് ഇരിക്കു ചേട്ടത്തി. ഇന്നും 3-4 സവാരിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം പോവാലോ. അവൻ കുതിരവണ്ടി ഓടിച്ചോണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾക്കിടയിൽ സവാരി പോണമോ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. രാഖേറാമിന്റെ പെണ്ണെ ബാബുറാമിന്റെ ചെക്കന്റെ കൂടെ ഓടിപ്പോയി. രാഖേറാം അവരെ തേടിക്കൊണ്ട് രുദ്രപൂറിലേക്ക് പോയി. എല്ലാ മക്കൾക്കും ഈ മൊബൈൽ കൊടുത്താ ഇങ്ങനെ തന്നെ നടക്കൂ. ഈ മൊബൈലാ എല്ലാത്തിനും കാരണം. ഒരു കാര്യം പറയട്ടെ അമ്മേ, മൊബൈൽ മാത്രം ഇല്ലെങ്കിലേ ഇതുപോലെ മോശമായ കാര്യങ്ങൾ നടക്കുകയില്ല. അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരാ കേൾക്കുന്നത്? അങ്ങനൊക്കെ ഉണ്ടായാ പിന്നെ എങ്ങനെയൊക്കെയല്ലേ ഓടുന്നത്? തമ്മിൽ പ്രേമിക്കുന്നുണ്ട്, പിന്നെ സ്നേഹിക്കുന്നു, പിന്നെ വീട് വിട്ട് ഓടിപ്പോകുന്നുണ്ട്. ഗ്രാമത്തിൽ ഒന്നിച്ചു നിൽക്കാനുള്ള സാധ്യത കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിപ്പോയില്ലല്ലോ. എടാ ജഗു, നീ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിന്റെ കല്യാണത്തിന്റെ സംസാരം നടക്കുന്നുണ്ടോ ഇല്ലയോ? ഇന്നും ആ കല്യാണത്തിന്റെ സംസാരം നടക്കുന്നില്ലേട്ടാ. സോൻപൂരിൽ നിന്ന് ഒരു സംബന്ധം വന്നില്ലേ? അവരടുത്ത കാര്യം എന്താന്ന് പറയുന്നില്ല. ഞാൻ നിനക്ക് കല്യാണം ചെയ്തു തരാം. ഞങ്ങളുടെ ഗ്രാമത്തില് ഒരു പെണ്ണുണ്ട്. 5 ചേട്ടന്മാരിന് ഒറ്റ ഒരു അനിയത്തിയാ. വരുന്ന ഞായറാഴ്ച എന്റെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് വായോ. ഞായറാഴ്ച ദിവസം ജഗ്ഗു ജുമ്മൻ ചെറിയച്ഛന്റെ കൂടെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി. പെൺകുട്ടി സുന്ദരിയായിരുന്നു. ജഗ്ഗുവിന് അവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ വിവാഹം നടന്നു. പെൺകുട്ടിയുടെ പേര് അന്നപൂർണ എന്നായിരുന്നു. അന്നപൂർണ വളരെ നന്നായി സംസാരിക്കുമായിരുന്നു. അവൾ നന്നായി ഭക്ഷണവും കഴിക്കുമായിരുന്നു. ഇന്ന് വൈകുന്നേരം നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴേ എനിക്ക് വേണ്ടി 2 കിലോ ജാഗ്രി വാങ്ങണേ. അല്ല മോനെ, ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നീ എങ്ങോട്ടാ പോകുന്നത്? ഒരു 5 മിനിറ്റ് ഇരിക്കും ചേച്ചി. എന്റെ വീട്ടിന് വേണ്ടി ജിലേബി വാങ്ങാൻ പോവുകയാണ്. ബൻസി ചേട്ടാ, 2 കിലോ ജിലേബി പാക്ക് ചെയ്തോളൂ. എന്താടാ ഇന്ന് ഭക്ഷണം പകരം ജിലേബിയാണോ നീ കഴിക്കുന്നത്? എനിക്കല്ല ചേട്ടാ, എന്റെ ഭാര്യയ്ക്കാണ്. ജഗ്ഗു ജാഗ്രിയും കൊണ്ട് വീട്ടിലേക്കെത്തി. ഇതാ അന്നപൂർണ, നീ ചോദിച്ച ജിലേബി. എനിക്ക് വല്ലാതെ വിശക്കൊന്നുണ്ടടാ. ഒന്ന് വേഗം പോയി ഭക്ഷണം എടുത്തേക്ക്. ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കോളിഫ്ലവർ ഉണ്ട്, അത് മുറിച്ചിട്ടുണ്ടാക്കൂ. എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കിക്കോളൂ. ജഗ്ഗു വിചാരിച്ചു ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കുറച്ച് ജാഗ്രി കഴിക്കാമെന്ന്. പക്ഷെ ജഗ്ഗു ജാഗ്രി എടുക്കാൻ വേണ്ടി സഞ്ചിയിലേക്ക് കൈയിട്ടപ്പോൾ അന്നപൂർണ അവനെ തടഞ്ഞു. നീ എന്തിനാ എന്റെ ജാഗ്രി കഴിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഒന്നും വാങ്ങിയില്ലേ? ആ അത് ശരിയാ, ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയിട്ടില്ലല്ലോ. എന്നോട് ക്ഷമിക്ക്, ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളാം. പിറ്റേ ദിവസം ജഗ്ഗു കുതിരവണ്ടിയും എടുത്ത് തന്റെ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ അന്നപൂർണ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം വരുമ്പോഴേ 2 കിലോ ജാഗ്രി, 1 കിലോ റാബ്ഡി, പിന്നെ 1/2 കിലോ ബർഫിയും വാങ്ങിയിട്ട് വരണം. അന്നും ജഗ്ഗു വൈകുന്നേരം അന്നപൂർണ പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങി. ജഗ്ഗു പാചകം ചെയ്യും. അന്നപൂർണയാണെങ്കിലോ ദിവസവും വില കൂടിയ പലഹാരങ്ങൾ കഴിക്കും. ജഗ്ഗു തന്റെ ഭാര്യയുടെ സൗന്ദര്യത്തിൽ മയങ്ങി വീണിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ അവൻ അവളുടെ എല്ലാ ആശകളും നിറവേറ്റിക്കൊണ്ടിരുന്നു. അവൾ ഒരു ജോലിയും ചെയ്തിരുന്നില്ലെങ്കിലും അവന് ദേഷ്യമുണ്ടായിരുന്നില്ല. പക്ഷെ അന്നപൂർണയുടെ ആവശ്യങ്ങൾ ദിവസം തോറും കൂടിക്കൊണ്ടിരുന്നു, ജഗ്ഗുവിന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ. അതുകൊണ്ട് ഒരു ദിവസം ജഗ്ഗുവിന് വളരെയധികം വിഷമം തോന്നി. നാളെ ഞാൻ അന്നപൂർണ ദേവിയുടെ പൂജ ചെയ്യും. അതിനുവേണ്ടി 11 തരം പലഹാരങ്ങൾ വേണം. നിങ്ങൾ ഇന്ന് 11 തരം പലഹാരങ്ങൾ കൊണ്ടുവരണം. അന്നപൂർണ ജഗ്ഗുവിന് 11 പലഹാരങ്ങളുടെയും ലിസ്റ്റ് കൊടുത്തു. ഓരോ പലഹാരങ്ങളും ഓരോ കിലോ വീതം വേണമായിരുന്നു. ജഗ്ഗു അന്ന് 3 യാത്രകൾ അധികമായി ചെയ്തു. എന്നിട്ടും അവന് 11 തരം പലഹാരങ്ങൾ വാങ്ങാനുള്ള പണം കിട്ടിയില്ല. ജഗ്ഗു അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലെത്തി. ശങ്കർ, എനിക്കൊരു 500 രൂപ കടം തരാമോ? ഞാൻ നിനക്ക് നാളെ തന്നെ തിരിച്ചു തരാം. ഒരു ധൃതിയില്ല ജഗ്ഗു, നീ മെല്ലച്ച് തന്നാ മതി. ജഗ്ഗു കടം വാങ്ങി പണം ഒപ്പിച്ചു. എന്നിട്ടും 1 കിലോ പലഹാരത്തിന്റെ കുറവുണ്ടായി. എന്റെ അടുത്ത് 10 വിധമുള്ള സ്വീറ്റ് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നിനക്ക് 11 വിധമായ സ്വീറ്റ് വേണമെങ്കിൽ നീ നഗരത്തിന് പോയേ പറ്റുള്ളൂ. ഒരുപക്ഷെ നഗരത്തിൽ പോണെങ്കിൽ എനിക്ക് അതും ചെലവാവല്ലോ. അല്ലാ തന്നെ രാത്രിയായി, ഇനി കുറെ കാശും ചെലവാവല്ലോ. ഒരുപക്ഷെ നഗരത്തിലുള്ള സ്വീറ്റ് ഒക്കെ വില കൂടുകയാണെങ്കിൽ. ജഗ്ഗു 10 കിലോ പലഹാരങ്ങളുമായി വീട്ടിലെത്തി. നിങ്ങൾ ഇന്ന് ഒരുപാട് നേരം വൈകി. ഞാൻ എപ്പോ മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നു. സ്വീറ്റ് വാങ്ങാൻ പോയ വേണ്ടിയാണ് ഇത്രയും ലേറ്റ് ആയത്. ഇതാ നീ ചോദിച്ച സാധനങ്ങൾ. അന്നപൂർണ പലഹാരത്തിന്റെ പൊതിയഴിച്ചു നോക്കി. ഇതെന്താ 11ാമത്തെ പലഹാരം എവിടെ? അതെന്താ വെച്ചാൽ 11ാമത്തെ സ്വീറ്റ് ഇവിടെ കിട്ടിയില്ലായിരുന്നു. അതിന് നഗരത്തിന് പോകണമെന്ന് പറയുന്നത്. എന്നാ പിന്നെ നഗരത്തിലേക്ക് പോകൂ. നഗരത്തിലേക്ക് പോയാൽ ഇന്നും അധികം ചെലവാവില്ലോ. പിന്നെ സ്വീറ്റ് വാങ്ങാൻ കാശും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലെ പൂർവികർക്ക് വേണ്ടിയാണ് ഈ പൂജ നടത്തുന്നത്.
എല്ലാ പ്രാവശ്യവും 11 തരം പലഹാരങ്ങൾ വേണം. നിങ്ങൾ എന്റെ പൂജ നശിപ്പിച്ചു. എന്റെ ആവശ്യങ്ങൾ എന്താ നിങ്ങൾ നിറവേറ്റി തരാത്തത്? ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. ഇല്ല അന്നപൂർണ, അമ്മയുടെ വീട്ടിലൊന്നും പോകണ്ട. ഞാൻ നിന്റെ എല്ലാ ആഗ്രഹം നിറവേറ്റി തരാം. ഞാൻ ഈ വണ്ടി ഓട്ടുന്ന ജോലി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ജോലി നോക്കിയേക്കാം. അപ്പോൾ പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ നോക്കൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള പൈസ കൊണ്ടേ അതുകൊണ്ട് 1 കിലോ ജാഗ്രി കൂടി വാങ്ങൂ. 11 തരം പലഹാരങ്ങളില്ലെങ്കിലും 11 കിലോ ഉണ്ടാവുമല്ലോ. അന്നപൂർണ 11 കിലോ പലഹാരങ്ങൾക്കുള്ള പൂജ ചെയ്തു. എന്നിട്ട് അടുത്ത ദിവസം എല്ലാ പലഹാരങ്ങളും സ്വന്തം കഴിക്കാൻ തുടങ്ങി. ഈ പലഹാരങ്ങൾ പുരുഷന്മാർ കഴിക്കാൻ പാടില്ല. ദേവിയുടെ പൂജയുടെ പലഹാരം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്. അതുമാത്രമല്ല, ഈ വീട്ടിൽ ഞാനൊരു സ്ത്രീയേ ഉള്ളൂ. ജഗ്ഗു ഞെട്ടിപ്പോയി. അന്നപൂർണയാണെങ്കിലോ മുഴുവൻ പലഹാരങ്ങളും കഴിച്ചു. ജഗ്ഗു തന്റെ കുതിരവണ്ടി വിറ്റ് ഒരു പലഹാരക്കട തുടങ്ങി. രാത്രിയിൽ കട പൂട്ടിയതിനു ശേഷം അന്നപൂർണയ്ക്ക് വേണ്ടി ജഗ്ഗു ഏതെങ്കിലും ഒരു തരം പലഹാരം കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. കൂടുതൽ പ്രാവശ്യവും അന്നപൂർണ ജാഗ്രിയാണ് ചോദിച്ചത്. നിങ്ങൾ വളരെ കുറച്ച് ജാഗ്രിയല്ലേ കൊണ്ടുവരുന്നുള്ളൂ. ഞാനിനി എല്ലാ വൈകുന്നേരവും കടയിലേക്ക് വരാം. അന്നപൂർണ ദിവസവും കടയിലേക്ക് വരാൻ തുടങ്ങി. ജഗ്ഗു എത്രത്തോളം മിഠായി ഉണ്ടാക്കുന്നു അതിന്റെ പകുതിയും കഴിക്കുന്നത് അന്നപൂർണയാണ്. ജഗ്ഗു അധ്വാനിച്ച് തളർന്നു. എന്നിരുന്നാലും തന്റെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് പോകുമെന്ന് ഭയന്ന് ജഗ്ഗു തന്റെ കഴിവിന്റെ പരമാവധി എല്ലാവരോടും കടം വാങ്ങി പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഇങ്ങനെ എത്ര നാൾ പോകും? അങ്ങനെ പോകെ പോകെ ഒരു ദിവസം കടക്കാരെല്ലാവരും കൂടി ജഗ്ഗുവിന്റെ വീട്ടിലേക്ക് വന്നു. ജഗ്ഗു, നീ ഒരു വലിയ ആള് തന്നെയാണ്. ഇത് ആലോചിച്ചിട്ടാണ് നിനക്ക് ഞാൻ പണം തന്നത്. പക്ഷെ നീ കടം വാങ്ങിയിട്ട് മറന്നുപോയല്ലോ. ഇപ്പൊ നീ വേഗം തന്നെ നിന്റെ പൈസ താ, ഇല്ലെങ്കിൽ നിന്റെ കടം മൂടിക്കോ. ഇല്ലെങ്കിൽ നിന്റെ വീട് വിറ്റിട്ട് അതിൽ ഞങ്ങൾ കടം തീർത്തോളൂ, മനസ്സിലായോ? ജഗ്ഗുവിന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവന്റെ വീട് വിറ്റു. അങ്ങനെ എല്ലാ കടക്കാരും അവരവരുടെ പണവും കൊണ്ട് മടങ്ങി. നീ ഏതെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഒരു കുടിശ്ശിൽ നിൽക്കുന്നുണ്ടോ? ഞാൻ സിറ്റിയിൽ പോയിട്ട് ജോലി നോക്കിയിട്ട് അവിടുന്ന് പൈസ ഉണ്ടാക്കിയിട്ട് നിനക്ക് അയച്ചു തരാം. പക്ഷേ അത് കുറച്ച് ദിവസം എടുക്കുമല്ലോ. ഞാൻ അങ്ങനെ അവിടെ ഇവിടെ ഒന്നും താമസിക്കില്ല. അത് മാത്രല്ല, ഞാനെന്താ കഴിക്കുക? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ചില്ലി കാശ് പോലും ഇല്ലല്ലോ. ഞാനേ എന്റെ വീട്ടിലേക്ക് പോവാണ്. അന്നപൂർണ തന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബൻസി പലഹാരക്കടക്കാരൻ അവളെ കണ്ടു. എടാ, ജഗ്ഗുവിന്റെ ഭാര്യ എങ്ങോട്ടാ പോകുന്നത്? പിന്നെ ജഗ്ഗു എവിടെ പോയി? ഞാനും ജഗ്ഗുവായി ഇപ്പൊ ഒരു ബന്ധവും ഇല്ല. അവനൊരു കടക്കാരനായി മാറിയില്ലേ? ഇതാ പിടിച്ചോ 100 രൂപ. എന്നിട്ട് എനിക്ക് ജാഗ്രത. ബൻസി കടക്കാരൻ അന്നപൂർണയുടെ സൗന്ദര്യത്തിൽ വീണുപോയി. ഞാൻ നിന്റെ അടുത്ത് പണം വാങ്ങില്ല. പിന്നെ എന്റെ അടുത്ത് സ്വീറ്റിന് ഒരു കുറവും ഇല്ല. ഇപ്പൊ എന്റെ കടയിൽ 15 വകയായ സ്വീറ്റും ഉണ്ട്. ഒരു പക്ഷേ നിനക്ക് വേണമെങ്കിൽ നീ എന്നെ തന്നെ കല്യാണം ചെയ്തോളൂ. നിനക്ക് എത്ര സ്വീറ്റ് വേണം നീ കഴിച്ചോളൂ. അന്നപൂർണയ്ക്ക് എപ്പോഴും വിശ്രമിച്ച് പലഹാരങ്ങൾ കഴിക്കാൻ മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. അവൾ ബൻസി കടക്കാരനെ വിവാഹം ചെയ്തു. ജഗ്ഗു വിചാരിച്ചു അവൻ നഗരത്തിൽ പോയി പണമുണ്ടാക്കാമെന്ന്. എന്നിട്ട് തിരിച്ചു വന്ന് അന്നപൂർണയെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന്. പക്ഷെ അന്നപൂർണ മറ്റൊരു വിവാഹം ചെയ്തു എന്ന് ജഗ്ഗു അറിഞ്ഞ ഉടനെ അവന്റെ ആശ മുഴുവൻ നശിച്ചു. ജഗ്ഗുവിന് അവന്റെ ചെലവിനായി പണം വേണമായിരുന്നു. അതിനുവേണ്ടി അവൻ തന്റെ പഴയ ജോലി ചെയ്യാനായി ആ കുതിരവണ്ടി തന്നെ വാങ്ങാൻ ആലോചിച്ചു. പക്ഷെ അവന് കുതിരയെ വാങ്ങാനുള്ള പണം ഉണ്ടായിരുന്നില്ല. അവൻ പതുക്കെ കാട്ടിലേക്ക് നടന്ന് അവിടെ ഏതെങ്കിലും കുതിരയുണ്ടോ എന്ന് അന്വേഷിച്ചു. ഒരുപാട് അലഞ്ഞെങ്കിലും അവനൊരു കുതിരയെ കണ്ടെത്താനായില്ല. ജഗ്ഗു ക്ഷീണിച്ച് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. കുതിരയില്ല, ഒരു കഴുത കിട്ടിയെങ്കിലും ഉപയോഗമായെന്നെ. ഇല്ല, ഇങ്ങനെ പട്ടിണി കിടന്ന് ഞാൻ മരിച്ചു പോകും തോന്നുന്നു. ജഗ്ഗുവിന്റെ കണ്ണുകൾ തൊട്ടടുത്തുള്ള മരത്തിലേക്ക് പോയി. ആ മരത്തിന്റെ തടിയിൽ ഒരു മനുഷ്യന്റെ രൂപം അവൻ കണ്ടു. ജഗ്ഗു ഒരു മരക്കഷ്ണം ഉപയോഗിച്ച് ആ മരം പതുക്കെ വൃത്തിയാക്കാൻ തുടങ്ങി. ജഗ്ഗു പരിശ്രമിച്ച് ആ മനുഷ്യരൂപം പുറത്തേക്കെടുക്കാനുള്ള ശ്രമം തുടങ്ങി. പക്ഷെ മരത്തിന്റെ ആ തടിയിൽ നിന്ന് ഒരു പൂർണ്ണകായ രൂപം പുറത്തു വന്നു. വളരെ നന്ദി മോനെ, ഞാൻ വില കിട്ടുന്ന എനിക്ക് മുക്തി തന്നു നീ. നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെ ഈ മരത്തിന്റെ ഉള്ളിൽ തടവായത്? എന്റെ പേര് രാമദാസ്. എനിക്കൊരു പെണ്ണുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് വല്ലാതെ ഒരു സൂക്കേട് വന്നിരുന്നു. അപ്പോഴാണ് വൈദ്യര് പറഞ്ഞത് 1000 കാലമുള്ള നാഗത്തിന്റെ വിഷം കൊണ്ട് എന്റെ മകളെ ശരിയാക്കാൻ പറ്റുമെന്ന്. ഞാൻ ആ നാഗത്തിനെ തേടി കാട്ടിലേക്ക് വന്നു. എനിക്ക് ഇവിടെ ഒരു ഇമർത്തി എക്സ്പ്രസും കിട്ടി. അത് കുറച്ച് കാട്ടിന്റെ അകത്താണുള്ളത്. ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ കാണിച്ചു തരാം. പക്ഷെ ആദ്യം നീ എന്റെ മുഴുവൻ കഥയും കേൾക്കണം. ഇമർത്തി എക്സ്പ്രസ് ഞാൻ അവിടെ തന്നെ വെച്ചു. കാരണം എന്റെ ലക്ഷ്യം എന്റെ മകളെ രക്ഷിക്കണമെന്നാണ്. എന്റെ മകളെ നോക്കിക്കൊണ്ടിരുന്ന വൈദ്യര് അയാൾ മരിച്ചും പോയി. പക്ഷേ ആ നാഗത്തിന്റെ വിഷം കൊണ്ട് എങ്ങനെയാ ചികിത്സ ചെയ്യേണ്ടെന്ന് അദ്ദേഹം എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ മകളെയും കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അത് തേടാൻ തുടങ്ങി. അവസാനം 1000 വയസ്സുള്ള നാഗത്തിനെ ഞാൻ കണ്ടു.
ഞാൻ ആ നാഗത്തിനെ കൊന്നിട്ട് അതിന്റെ വിഷവും ഞാൻ എടുത്തു. ആ വിഷം എടുത്ത് എന്റെ മകളുടെ വായിലും മൂക്കിലും കണ്ണിലും എല്ലാ സ്ഥലത്തും ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്റെ മകൾക്കും സുഖമായിട്ടുണ്ട്. പക്ഷേ ആ നാഗത്തിന്റെ തുണമായുള്ള ഇന്നൊരു നാഗം അത് എന്റെ പുറകിൽ തന്നെ വന്നു. അത് എന്റെ പുറകിലേക്ക് വന്നതുകൊണ്ട് എന്റെ മകളെ ഞാൻ ഒരു ഗുഹയിൽ മറച്ചു വെച്ചു. ഞാൻ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു, പക്ഷേ ആ നാഗം എന്നെ പിടിച്ചു വെച്ചു. അതാണ് എനിക്ക് ശാപം തന്ന് എന്നെ ഈ മരത്തിൽ അടച്ചു വെച്ചത്. 15 വർഷമായിട്ട് ഞാൻ ഇവിടെ തടവിലായിരുന്നു. എന്റെ മകൾ ഇപ്പൊ വലുതായിട്ടുണ്ടാവും. അവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. രാംദാസ് ജഗ്ഗുവിനെ ആ ഗുഹയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെയായിരുന്നു അവരുടെ മകളുണ്ടായിരുന്നത്. അച്ഛാ, ഞാൻ എത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നു. ഇവിടെ നോക്കുമോളെ, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാണ് കാത്തിരുന്നത്. ഇപ്പൊ നീ വളരെ വലുതായി വളരെ സുന്ദരിയായിട്ടുണ്ട് മോളെ. ഇത് നോക്കൂ ജഗ്ഗു, നീ എന്റെ മകളെ കല്യാണം ചെയ്യാൻ പറ്റുമോ? ഇത് നീ എനിക്ക് നടത്തി തന്നാൽ എന്റെ ആത്മാ ശാന്തി അടയും. ജഗ്ഗു വിവാഹത്തിനായി സമ്മതം മൂളി. ഇവിടെ നോക്കച്ചാ, നിങ്ങൾ മരിക്കുന്ന മുമ്പ് എന്നെ ഇമർത്തി എക്സ്പ്രസിനടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ആ വാ മോനെ, ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോവാം. രാംദാസ് ജഗ്ഗുവിനെയും കൂട്ടി ഇരുടാർന്ന കാട്ടിലേക്ക് പോയി. അവിടെ വളരെ വലിയൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. അതിന്റെ എഞ്ചിനിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഇമർത്തി എക്സ്പ്രസ്. എഞ്ചിന്റെ പിറകിൽ വലിയ വലിയ ജാഗ്രികൾ ഉണ്ടായിരുന്നു. ഇതാണ് മോനെ ഇമർത്തി എക്സ്പ്രസ്. ഇതിന്റെ അടുത്ത് തന്നെ ഒരു വലിയ ജിലേബി കുളവും ഉണ്ട് മോനെ. നീ ആ ജിലേബിയൊക്കെ വിൽക്കാനും പറ്റും. എപ്പോഴും ഈ ഇമർത്തി എക്സ്പ്രസിൽ ജിലേബി കുറവാവുന്നുണ്ടോ, അപ്പൊ നീ ഈ കുളത്തിൽ നിന്ന് ജിലേബി എടുത്ത് ഇമർത്തി എക്സ്പ്രസിൽ വെക്കാം. കേട്ടോ മോനെ? ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ മരിച്ചുപോയി. നിന്റെ പേരെന്താണ്? എന്റെ പേര് കോമൾ എന്നാണ്. നമ്മള് നല്ല നിലമേല് വരുന്നവരെ നമ്മള് രണ്ടുപേരും ആ ഗുഹയിൽ താമസിച്ചാലോ? ശരി, എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല. അടുത്ത ദിവസം ജഗ്ഗു ഇമർത്തി എക്സ്പ്രസിൽ കയറി സ്വന്തം ഗ്രാമത്തിലെത്തി. വലിയ വലിയ ജാഗ്രികളുള്ള നീളമുള്ള വണ്ടി കാണാൻ വേണ്ടി ഗ്രാമവാസികൾ കൂട്ടം കൂടി. ഗ്രാമത്തെ ജനങ്ങളെ, ഇതാണ് ഇമർത്തി എക്സ്പ്രസ്. വെറും 10 റുപ്യ തന്നോളൂ, പിന്നെ വയറ് നിറച്ച് ജിലേബി കഴിച്ചോളൂ. ജാഗ്രി കഴിക്കാൻ വേണ്ടി ഒരുപാട് പേർ കൂട്ടം കൂടി വന്നു. 10 രൂപയ്ക്ക് സ്വാദിഷ്ടമായ ജാഗ്രികൾ, അതും വയറ് നിറച്ച് കഴിക്കാൻ കിട്ടുമായിരുന്നു. ജഗ്ഗു ഒരു ദിവസം തന്നെ 1000കണക്കിന് രൂപയുണ്ടാക്കി. അവൻ ദിവസവും ജാഗ്രി കുളത്തിൽ നിന്ന് ജാഗ്രികൾ എടുത്ത് ട്രെയിനിൽ വയ്ക്കും. എന്നിട്ട് ട്രെയിൻ ഗ്രാമത്തിലേക്ക് ഓടിക്കും. ബൻസി കടക്കാരനെ ആരും ശ്രദ്ധിക്കാതെയായി. കാരണം ഗ്രാമവാസികൾക്ക് ജഗ്ഗുവിന്റെ കയ്യിൽ നിന്ന് ലാഭത്തിൽ പലഹാരം കിട്ടും. നിങ്ങൾ എന്താ ഇപ്പോ കുറച്ചു പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്? സ്വീറ്റ് വിൽക്കാൻ പറ്റുന്നില്ലല്ലോ, കുറെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തുണ്ടാക്കാനാ? ആ ജഗ്ഗുവെ എവിടുന്ന് ഇമർത്തി എക്സ്പ്രസും കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രാമത്തെ ജനങ്ങൾ എല്ലാരും അങ്ങോട്ട് പോയിട്ടാണ് ജിലേബി കഴിക്കുന്നത്. അന്നപൂർണ ഇമർത്തി എക്സ്പ്രസിന്റെ പേര് കേട്ടതും അവൾ സ്തംഭിച്ചു നിന്നുപോയി. അവൾ ഒരു ദിവസം ജഗ്ഗുവിന്റെ അടുത്തെത്തി. ജഗ്ഗു, ഞാൻ ഇനിയും നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ബൻസി കുറച്ചു പലഹാരങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. എന്റെ വയറ് നിറയുന്നില്ല. എന്നെ കൊണ്ട് നിന്നെ ഇപ്പൊ കല്യാണം ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് നിന്നെക്കാട്ടും നല്ലൊരു ഭാര്യ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബൻസിനടുത്ത് പറഞ്ഞേക്ക് വേഗം തന്നെ അവന്റെ കട ഇവിടെ പൂട്ടിയിട്ട് പുറത്തു പോകേണ്ടി വരും. കാരണം ഞാൻ കുറെ ജിലേബി വാങ്ങി വിറ്റ് കുറെ പണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ലാതെ ഈ ഇമർത്തി എക്സ്പ്രസ് ഓട്ടാണ്ട് ഒരു വലിയ സ്വീറ്റ് കടയും തുറക്കാൻ പോവുകയാണ്. അതില് പലവിധമായ സ്വീറ്റുകളും കിട്ടും. പക്ഷെ നിനക്കോ ഒന്നുപോലും കഴിക്കാൻ കിട്ടില്ല. കാരണം നീ എന്റെ ഭാര്യയല്ലല്ലോ. അന്നപൂർണ പിറുപിറുത്തുകൊണ്ട് ബൻസിയുടെ അടുത്തേക്ക് വന്നു. നീ എവിടെ പോയതാ അന്നപൂർണ? ഞാനെന്തോ നീ എന്നെ വിട്ടിട്ട് പോയെന്ന് വിചാരിച്ചു. നീ ഉടനെ തന്നെ ജഗ്ഗുവിന്റെ ഇമർത്തി എക്സ്പ്രസിന്റെ കച്ചവടം നിർത്തണം. ഇല്ലെങ്കിൽ നീ ദരിദ്രനായി പോവും. അപ്പോ ഞാനും നിന്നെ വിട്ടിട്ട് പോകും. ഒരു ദിവസം രാത്രി ജഗ്ഗു ഇമർത്തി എക്സ്പ്രസുമായി കാട്ടിലേക്ക് പോകുമ്പോൾ ബൻസിയും അവനെ പതുക്കെ പിന്തുടർന്നു. ജഗ്ഗു ജാഗ്രി കുളത്തിൽ നിന്ന് ജാഗ്രികൾ ട്രെയിനിലേക്ക് നിറയ്ക്കുന്നത് അവൻ കണ്ടു. അങ്ങനെയാണോ? എന്നാ ജഗ്ഗു ഈ കുളത്തിലാണോ ജിലേബിയൊക്കെ എടുക്കുന്നത്? ഒരു പക്ഷേ ഞാൻ ഈ കുളത്തിൽ എന്തെങ്കിലും കലക്കി വിട്ട പിന്നെ ബൻസി ഭാങ് എടുത്തിട്ട് വന്നു. എന്നിട്ടവൻ ജാഗ്രി കുളത്തിൽ ഭാങ് കലർത്തി. ഭാങ് നിറഞ്ഞ ജാഗ്രി ഗ്രാമത്തിലേക്കെത്തി. ആരൊക്കെ ജാഗ്രി കഴിക്കുന്നുവോ അവർക്കൊരു ലഹരിയായി പോകുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ജാഗ്രി കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭാങ് കലർത്തിയ ജാഗ്രി കഴിക്കാൻ ആളുകൾ എത്തി തുടങ്ങി. ജഗ്ഗുവിന് സംശയം തോന്നി, എന്താ ഇവർക്കൊക്കെ ജാഗ്രിയിൽ നിന്ന് എന്താ കിട്ടുന്നത്? ജനത്തിരക്ക് കൂടിക്കൂടി വരുന്നല്ലോ. ജഗ്ഗു ജാഗ്രിയുടെ വില പിന്നെയും കൂട്ടി. അങ്ങനെ വന്നപ്പോൾ തിരക്ക് കുറേശ്ശെ കുറഞ്ഞു. ഞാൻ വിചാരിച്ചതൊക്കെ വെറുതെ പോയി. ജഗ്ഗു ആ വലിയ ബാങ്ക് കലർന്നതുകൊണ്ട് അവൻ ഇന്ന് വലിയ പണക്കാരനാവാൻ പോവാണ്. നിന്റെ തലയിൽ ബുദ്ധിയില്ല. ഞാൻ തന്നെ വല്ലതും ചെയ്യാം. അടുത്ത ദിവസം അന്നപൂർണ ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി. നിങ്ങൾ ദുർമന്ത്രവാദം ചെയ്ത് ആത്മാവ്, പ്രേതം, പിശാച് എന്നിവയെ വിളിച്ചു വരുത്തൂ. എന്നിട്ട് പറയൂ ആ കുളത്തിൽ നിന്ന് എല്ലാ ജാഗ്രിയും കഴിക്കാൻ. അന്നപൂർണ, ബൻസി പിന്നെ ദുർമന്ത്രവാദിനിയും കൂടി
രാത്രി ജാഗ്രി കുളത്തിനടുത്തെത്തി. ദുർമന്ത്രവാദി ദുർമന്ത്രവാദം ചെയ്ത് ആത്മാക്കളെ വരുത്തി. ഈ കുളത്തിലെ എല്ലാ ജാഗ്രികളും കഴിച്ചു തീർക്കൂ. ഞങ്ങൾക്ക് ജാഗ്രി ഇഷ്ടമല്ല. ഞങ്ങൾക്ക് മനുഷ്യരുടെ മാംസമാണ് ഇഷ്ടം. ഞങ്ങൾ നിങ്ങളെ തന്നെ തിന്നും. ഈ ആത്മാക്കൾ മുഴുവൻ അവരുടെ പിന്നാലെ ഓടി. അന്നപൂർണ, ബൻസി, ദുർമന്ത്രവാദി എല്ലാവരും പേടിച്ചു വരുന്നു. ആരെങ്കിലും രക്ഷിക്കൂ, ആരെങ്കിലും രക്ഷിക്കൂ, ഇവര് ഞങ്ങളെ ഭക്ഷിക്കും, ആരെങ്കിലും രക്ഷിക്കൂ. ഇത്തരത്തിൽ അന്നപൂർണ കുഴിച്ച കുഴിയിൽ തന്നെ അവൾ വീണു. ധരംപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ കിഷൻ തന്റെ ഭാര്യ പിന്നെ കുട്ടികളോടൊപ്പം ജീവിച്ചു വന്നു. അദ്ദേഹം തന്റെ കുടുംബം നല്ല രീതിയിൽ നടത്തി വന്നു. ആ ഗ്രാമം ഹൈവേയുടെ വളരെ അടുത്തായതുകൊണ്ട് അവിടെ വ്യാപാരം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. പറയണമെങ്കിൽ കിഷൻ ഒരു പാവപ്പെട്ട കൃഷിക്കാരനാണ്. അദ്ദേഹം നഗരത്തിൽ ചെന്ന് ഒരു കട തുറക്കണമെന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. ഒരുപക്ഷെ എന്റെ അമ്മയുടെ വാക്ക് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇത്രത്തോളം ഞാൻ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. എന്റെ ഭാവി ഞാൻ നിങ്ങളോടൊപ്പം കഴിയില്ലായിരുന്നു. നീ എപ്പോ നോക്കിയാൽ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ്. നിനക്കെന്താ നിന്റെ അമ്മേന്റെ വീട്ടിലേക്ക് പോയാല്? ഇവിടെ നിനക്ക് കഴിക്കാൻ 2 നേരം റൊട്ടിയെങ്കിലും കിട്ടുന്നുണ്ട്. അവിടെ പോയാൽ നിനക്ക് എന്ത് കിട്ടും? നോക്കൂ, എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറയൂ, പക്ഷെ എന്റെ അമ്മയെ കുറിച്ച് നിങ്ങൾ ഒന്നും തന്നെ പറയാൻ പാടില്ല. അങ്ങനെയാണോ? എന്നാ ശരി. പക്ഷെ നീ എന്തിനാ ഇത്ര ദേഷ്യത്തോടെ ഉള്ളത്? കുട്ടികൾ എത്ര ദിവസമായി പിസയും ബർഗറും ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവർ വീട്ടിൽ കഴിക്കില്ലെന്ന് വളരെ നിർബന്ധം കാണിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കെന്നെ നന്നായിട്ട് അറിയാം. ഈ പ്രാവശ്യം മഴ നന്നായിട്ട് പെയ്തത് കൊണ്ട് നമുക്ക് കുറെ നഷ്ടം ഏർപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ലാതെ നമുക്ക് കുറെ പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ട് മര്യാദയ്ക്ക് കൃഷി പോലും ചെയ്യാൻ പറ്റിയില്ല. ഇത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ കുട്ടികളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനാ? കിഷൻ തന്റെ 2 കുട്ടികളെയും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നു. കുട്ടികൾ വീട്ടിലേക്ക് വന്നത് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അച്ഛാ, എന്റെ പീസ എവിടെ അച്ഛാ? ഇവിടെ പീസയുമില്ല, ബർഗറുമില്ല. ഇവിടെ ഒന്നും കണ്ണിന് കാണുന്നില്ല. അതെ അച്ഛാ, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ ടിഫിൻ ബോക്സിൽ പിസയും ബർഗറും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വെണ്ടക്കയും ചുണ്ടക്കയും കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് വളരെ അപമാനമായിരിക്കുന്നു, അറിയാമോ? നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട. നമ്മുടെ നേരം മാറാൻ പോവുകയാണ്. ഇന്നും കുറച്ച് ദിവസം കാത്തിരുന്നാ മതി. കിഷനും കുട്ടികളും സംസാരിക്കുന്നത് കണ്ടിട്ട് സായയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അപ്പോൾ സായ കിഷനോട് പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസത്തേക്ക് എന്റെ കുട്ടികളെ വിളിച്ചുകൊണ്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാ. നിങ്ങളെ കൊണ്ട് വാങ്ങിച്ചു നൽകാൻ സാധിക്കാത്തതെല്ലാം തീർച്ചയായും എന്റെ ഏട്ടൻ വാങ്ങിച്ചു തരും. ഇങ്ങനെ പറഞ്ഞിട്ട് സായ തന്റെ കുട്ടികളെ വിളിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. പിന്നെ കിഷൻ ആ വീട്ടിൽ തനിയാളായി മാറി. എന്റെ ഭാര്യയും എന്റെ കുട്ടികളും എന്നെ വിട്ടു പോയി. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെ ഇനി കാണാനുണ്ട്? ഞാനാണ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കിഷൻ കരയുന്നത് കണ്ടിട്ട് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു വലിയ ജമീന്ദാർ അവിടെ രാം ചരൺ സിംഗ് വന്നു. പിന്നെ കിഷനോട് ചോദിക്കാൻ തുടങ്ങി, കിഷൻ, എന്താണ് കാര്യം? എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിനക്ക് അങ്ങനെ എന്ത് കഷ്ടാണ് വന്നിരിക്കുന്നത്? ആ ജമീന്ദർ മുതലാളി, വരൂ. ഞാൻ എന്തെന്ന് പറയാനാ? മഴ വന്നത് കൊണ്ട് കൃഷിയും നശിച്ചു പോയി. ഭാര്യ അവളുടെ കുട്ടികളെ വിളിച്ചിട്ട് അവളുടെ അമ്മേന്റെ വീട്ടിലേക്ക് പോയി. ഇപ്പൊ എന്റെ അടുത്ത് കുടുംബം എന്ന് പറയാൻ എന്റെ അടുത്ത് ഒന്നുമില്ലല്ലോ. ഇപ്പൊ കുടുംബവും ഇല്ല, എന്റെ തലവരെയും ഇല്ല. ഞാൻ നിന്റെ അടുത്ത് എന്തിനെ പറ്റി സംസാരിക്കാൻ വന്നോ? കാര്യങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ ഉള്ളത്. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി കുറച്ചുപോലും ശരിയായിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. ഞാൻ നഗരത്തിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു ജോലി തേടണം. പക്ഷെ എന്റെ അടുത്ത് 1 രൂപ പോലും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്, നീ എന്റെ അടുത്ത് കുറച്ച് കാശ് വാങ്ങിച്ചോ. ഞാൻ നിനക്ക് മുഴുവനായിട്ട് 2000 രൂപ തരാം. ആ കാശ് എടുത്തിട്ട് നീ നഗരത്തിലേക്ക് പോവും. നിന്റെ അടുത്ത് എപ്പോൾ നിനക്ക് കാശ് തിരിച്ചു കിട്ടുന്നുണ്ടോ അപ്പൊ നീ എനിക്ക് തന്നാൽ മതി. പിന്നെ വേറെന്താ? നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ആരും എനിക്ക് ഇങ്ങനത്തെ സഹായം ചെയ്തിട്ടില്ല. ഞാൻ തയ്യാറായിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പണം പലിശയോടെ ചേർത്ത് തന്നേക്കാം. കിഷൻ ജമീന്ദാരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി അതിനുശേഷം നഗരത്തിലേക്ക് പോയി. അങ്ങനെ നഗരത്തിൽ തെരുവുകൾ തോറും അലഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന് ഒരു മാവ് മെഷീനിൽ ജോലി കിട്ടി.
കിഷൻ, ഞാൻ നിനക്ക് മാസത്തിന് 8000 റുപ്യ കാശ് തരാം. നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ മാവ് മില്ലിൽ നീ ജോലി ചെയ്തേക്കണം. ആരും നിന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എങ്ങനെ പറയുന്നു, ഞാൻ അതുപോലെ തന്നെ ചെയ്യാം. ആരും എന്നെ പറ്റി കുറവ് പറയുന്ന പോലെ ഞാൻ ചെയ്യില്ല. കിഷൻ കുറച്ചു ദിവസം ആ മാവ് മില്ലിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം കണക്ക് നോക്കുന്ന തർക്കത്തിനിടയിൽ അദ്ദേഹത്തിനും ആ മാവ് മില്ല് മുതലാളിക്കും ഇടയിൽ തർക്കമുണ്ടായി. ഞാൻ നിന്നെ എത്ര നേർമയായിട്ടുള്ളതെന്ന് വിചാരിച്ചു. പക്ഷെ നീ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയ പോലും ഇല്ല. എന്റെ കട വിട്ട് പുറത്തേക്ക് പോ. വീണ്ടും നീ ഈ മാർക്കറ്റ് പ്രദേശത്തിൽ വരാനേ പാടില്ല. ഇവിടെ ഉള്ളവരാരും നിനക്ക് ഒരു ജോലിയും തരാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളുടെ കടയിൽ ഒരു മോഷണം ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം എൻ്റെ അടുത്ത് പറയുന്നത്? പിന്നെ എനിക്കും നിങ്ങളെടുത്ത് ഒരു ജോലിയും ചെയ്യാനുള്ള ഒരു ആവശ്യമില്ല. എന്റെ 2 മാസത്തിന്റെ ശമ്പളം മാത്രം എൻ്റെ അടുത്ത് തന്നാൽ മതി. കിഷൻ തന്റെ മുതലാളിയിൽ നിന്നും കാശ് വാങ്ങിയിട്ട് എതിരിലുണ്ടായിരുന്ന പിസ്സ കടയിൽ ചെന്നിരുന്നു. എന്നിട്ട് അവിടെ നോക്കി, വരൂ വരൂ, ചൂടുള്ള പിസ്സ കഴിച്ചോളൂ. ചേട്ടാ, ഞാൻ തന്നെ ഒറ്റയ്ക്ക് എങ്ങനെ ജോലി ചെയ്യാനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരെങ്കിലും എന്റെ കൂടെ ജോലിക്ക് ചേർന്നാൽ അവർക്ക് എന്റെ പാതി പങ്ക് തരാൻ പറ്റും. ലച്ചി പറഞ്ഞത് കേട്ടിട്ട് കിഷൻ അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ നോക്കു ചേട്ടാ, ഞാൻ നിങ്ങളുടെ കടയിൽ ജോലി ചെയ്യാൻ പറ്റുമോ? എനിക്കും പിസ്സ ചെയ്യാനൊന്ന് പഠിപ്പിച്ചു തരുമോ? ഞാൻ ജനങ്ങളുടെ എച്ചിൽ തട്ടും കഴുകാനും തയ്യാറാണ്. ഇതിന് ജോലി ആവശ്യമെന്ന് തോന്നുന്നത്. മറ്റുള്ളവരുടെ ആവശ്യം നമുക്ക് എന്തായാലും ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ. തീർച്ചയായും നിങ്ങൾ ധാരാളമായിട്ട് എന്റെ കടയിൽ ജോലി ചെയ്യാം. പക്ഷേ ഒരേ ഒരു കണ്ടീഷനാണ്. ഞാൻ നിങ്ങൾക്ക് 2000 റുപ്യാണ് ശമ്പളം തരാൻ പറ്റുള്ളൂ. പക്ഷെ ദിവസം മുഴുവനും ജോലി ചെയ്യണം. എനിക്ക് ഈ കണ്ടീഷൻ ഓക്കെയാണ്. ഞാൻ തീർച്ചയായിട്ടും ജോലി ചെയ്തോളാം. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം കിഷൻ ആ കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ മാസം 1 കടന്നുപോയി. കിഷൻ ഇപ്പോൾ പിസ്സ എങ്ങനെ ചെയ്യണമെന്ന് നന്നായിട്ട് മനസ്സിലാക്കി. കുറച്ച് കാശുണ്ടാക്കിയിട്ട് കിഷൻ തന്റെ ഭാര്യയും കുട്ടികളെയും കാണാനായി തന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം അവിടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടികൾ ചെരുപ്പ് തയ്ക്കുകയും പിന്നെ ഷൂ പോളിഷ് ചെയ്യുന്ന ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സായ മറ്റുള്ളവരുടെ വീട്ടിൽ വീട്ടുജോലി ചെയ്യുകയായിരുന്നു. വരൂ സർ, ഷൂ പോളിഷ് ചെയ്തിട്ട് പോകൂ. വെറും 10 രൂപയേ ഉള്ളൂ. ഒരുപാടൊന്നും ഇല്ല, 10 രൂപയേ ഉള്ളൂ. വരൂ വരൂ. അവരുടെ കുട്ടികളുടെ ഈ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം അവരുടെ അടുത്ത് ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, കുട്ടികളെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? പിന്നെ നിങ്ങളുടെ അമ്മ എവിടെയാ പോയത്? തന്റെ അച്ഛനെ കണ്ടതും തന്നെ 2 കുട്ടികളും അദ്ദേഹത്തെ ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ നോക്കി കരയാൻ തുടങ്ങി. കിഷനെ കണ്ടിട്ട് സായിയും ഒരുപാട് സന്തോഷിച്ചു. പിന്നെ കിഷനോട് എന്തു പറഞ്ഞെന്നാൽ, ദയവായി എനിക്ക് മാപ്പ് തരൂ. ഞാൻ ചെയ്ത ചെറിയ തെറ്റു കാരണം എന്റെ അവസ്ഥ ആകെ മോശമായി മാറി. ഇവിടെ എന്റെ ചേട്ടനും ചേട്ടത്തി എന്നോട് പെരുമാറുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല. വരൂ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. വരൂ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇല്ല ഇല്ല, ഞാനിപ്പോഴും എങ്ങോട്ടും വരുന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ എന്റെ ചേട്ടനെ കണ്ടേ പറ്റൂ. അവന് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മക്കളവൻ ചെരുപ്പ് തയ്ക്കാൻ വിട്ടിട്ടുണ്ടാവും. കിഷൻ സായയുടെ ചേട്ടൻ, അതായത് തന്റെ അളിയനെ കാണാനായി ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ദേഷ്യത്തോടെ സംസാരിച്ചു. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ ജോലിക്ക് വിടാൻ വേണ്ടി എന്റെ പിള്ളേരെ വിട്ടിട്ടുണ്ടാവും. പിന്നെ എന്റെ ഭാര്യയും. വേറെ എന്ത് ചെയ്യാനാ? എന്റെ അടുത്ത് അത്ര പണവും ഇല്ല. ഇവര് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ദിവസം വാങ്ങിയും കൊടുക്കണ്ടേ? ഇതാണ് നിനക്ക് പ്രശ്നം വെച്ചാൽ നീ ധാരാളമായിട്ട് ഇവരെ നീ കൂട്ടിക്കൊണ്ടുപോയേക്കാം. ഞാൻ എന്റെ ഭാര്യയും കുട്ടികളെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ്. കിഷൻ തന്റെ ഭാര്യയും കുട്ടികളെയും വിളിച്ചുകൊണ്ട് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ രാംചരൺ കിഷന്റെ വീടും സ്ഥലവും പിടിച്ചടക്കി വെച്ചിരുന്നു. വാ കിഷൻ വാ, എന്റെ പലിശന്റെ കാശും തന്നേക്ക്. അതിനുശേഷം നിന്റെ വീട് നീ എടുത്തേക്ക്. വെറും 2000 റുപ്യക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ എന്റെ സ്ഥലം തന്നെ വാങ്ങി വെച്ചിരിക്കുക? 2000 റുപ്യല്ല, ഞാൻ നിനക്ക് മൊത്തമായിട്ട് 20,000 റുപ്യാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ അത് പലിശയും അസലും ചേർത്തിട്ട് 1 ലക്ഷം റുപ്യന്റെ മേലെ പോയിട്ടുണ്ട്. നിനക്ക് അറിയാമോ? പണം തന്നേക്ക്, പിന്നെ നിന്റെ വീടും സ്ഥലം നീ തിരിച്ചു വാങ്ങിച്ചോളൂ.
രാംചരൺ കിഷനെ തന്റെ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കി. പിന്നെ കിഷൻ തന്റെ കുടുംബത്തോടെ നടു റോട്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് കിഷൻ തന്റെ ഭാര്യ സായയോട് എന്തു പറഞ്ഞെന്നാൽ, നീ ഒന്നിനും വിഷമിക്കണ്ട, ഇപ്പൊ എന്റെ അടുത്ത് ഒരു വഴിയുണ്ട്, നമുക്ക് അത് തന്നെ ചെയ്തേക്കാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ നഗരത്തിലുണ്ടായപ്പോൾ ഞാൻ അവിടെ പിസ്സ ഉണ്ടാക്കുന്ന ജോലി പഠിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ ആ ഗ്രാമത്തിനടുത്തുള്ള സ്ഥലത്തിൽ ഞാൻ ഹൈവേയിൽ തുറക്കാൻ പോവുകയാണ്, പിസ്സ വിൽക്കാൻ പോവുകയാണ്. എന്ത്, നേരാണോ? നിങ്ങൾ ശരിക്കും പിസ്സ കട തുടങ്ങാൻ പോവുകയാണോ? നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനാണ് ഞാനും ഒരുപാട് ദിവസമായി ആഗ്രഹിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ കട നോക്കിക്കൊള്ളാം. പിന്നെ കട നടത്താനുള്ള കഴിവ് എനിക്കുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. കിഷനും സായയും ഹൈവേയിൽ ഒരു ചെറിയ സ്ഥലത്ത് ഒരു ചെറിയ പിസ്സ കട തുടങ്ങി. പിന്നെ അതിനവർ പേര് വെച്ചു പിസ്സ എക്സ്പ്രസ് ഹൈവേ. കുറച്ചു ദിവസത്തിൽ ആ കടയും നല്ല രീതിയിൽ പോയി. പിന്നെ ആ കടയിൽ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. നീ തന്നെ കണ്ടതല്ലേ, ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ തീർച്ചയായിട്ടും മുന്നേറുമെന്ന്. നമ്മൾ കഷ്ടപ്പെട്ട് നേർമയായിട്ട് അധ്വാനിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പൊ കുട്ടികളും സ്കൂളിലേക്ക് പോകും. നമ്മൾ അവർക്ക് നല്ല തുണികളും നല്ല സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കാം. ഒരു വശത്തെ കിഷന്റെ വീട്ടിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു. മറ്റൊരു വശത്തെ രാംചരൺ കിഷന്റെ വളർച്ച കണ്ട് അസൂയപ്പെടാൻ തുടങ്ങി. രാംചരൺ എന്തു തീരുമാനിച്ചെന്നാൽ, ആ കിഷൻ എന്താ ഇത്രയും നേരത്തിൽ വലിയ ആളായല്ലോ, ഇനി എന്നെ കൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ല. നാളെ തന്നെ അവൻ പണവും തന്നിട്ട് അവന്റെ വീടും സ്ഥലം വാങ്ങിച്ചിട്ട് പോയാലും പോവുമല്ലോ. മുതലാളി, നിങ്ങളാണ് ആവശ്യമില്ലാതെ പേടിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ അവന്റെ കട അടിച്ചു പൊട്ടിച്ചാൽ മതി, വേറെ എന്ത് ചെയ്യാനാ? ഇന്ന് രാത്രി പോയിട്ട് അവന്റെ കട ഞങ്ങൾ അടിച്ചു പൊട്ടിച്ചേക്കാം. ഏട്ടാ, നിങ്ങളുടെ കൈവശം കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഞാൻ കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി ഏട്ടാ. വരൂ സഹോദരി, നിങ്ങൾ കടയിനകത്തേക്ക് വരൂ. വന്ന് പിസ്സ കഴിക്കൂ. സായ തന്റെ കൈകൊണ്ട് ആ ഭംഗിയുള്ള പെണ്ണിന് ഒരു പിസ്സ കൊടുത്തു. അല്ല, കൊള്ളാലോ, ഈ പിസ്സ നല്ല രുചിയായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നൽകാൻ എന്റെ കയ്യിൽ കാശില്ലല്ലോ. എന്റെ ഭാര്യ നിങ്ങളെ അനിയത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ടുണ്ട്. നിങ്ങൾ പണത്തിനെ പറ്റി ഒന്നും വിഷമിക്കണ്ട, നിങ്ങൾ വയറ് നിറയെ കഴിച്ചോളൂ. കിഷൻ ഇങ്ങനെ പറഞ്ഞതും തന്നെ ആ ഭംഗിയുള്ള പെണ്ണ് ഒരു ദേവതയുടെ രൂപത്തിൽ മാറി. എന്നിട്ട് അവരോട് എന്തു പറഞ്ഞെന്നാൽ, ചായ, കിഷൻ, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം. ഞാനൊരു മാന്ത്രിക ദേവതയാണ്. നിന്റെ ഈ സ്നേഹവും നല്ല മനസ്സും എന്റെ മനസ്സ് മാറ്റിമറിച്ചിരിക്കുന്നു. ഇനി നീ എങ്ങനെ പിസ്സ ചെയ്താലും അത് വലിയ പിസ്സയായി മാറുന്നതായിരിക്കും. പിന്നെ ഒരു പിസ്സ കഴിച്ച ഉടനെ എല്ലാവരുടെ വയറും നിറയുന്നതായിരിക്കും. നിന്റെ കടയ്ക്ക് ആരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കൂ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ദേവത അവിടെ നിന്നും മാഞ്ഞു. കിഷനും സായിയും ആ ദേവതയുടെ ആശീർവാദം കൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. നടുരാത്രി രാംചരൺ ചില റൗഡികളെ വിളിച്ചുകൊണ്ട് കിഷന്റെ കടയിലേക്ക് ചെന്നു. പോയിട്ട് അവന്റെ കട നിങ്ങൾ ഹൈവേയിൽ നിന്ന് അടിച്ചു പൊട്ടിച്ചേക്കേ. നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. ആ റൗഡികൾ രണ്ടുപേരും ആ പിസ്സ എക്സ്പ്രസ് ഹൈവേയുടെ അടുത്തേക്ക് ചെന്നതും എതിരിൽ നിന്നും ഒരു മരത്തിന്റെ വിഴുത് വളരെ വേഗത്തിൽ അവരെ നോക്കി വന്നു. പിന്നെ അവരെ അത് പൊക്കിയെടുത്ത് ആ മരത്തിന്റെ മുകളിൽ കൊണ്ടു ചെന്നു. രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ, ആരെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നിട്ടൊന്ന് രക്ഷിക്കണേ. അവരുടെ ശബ്ദം കേട്ടതും ആ സ്ഥലത്തേക്ക് കിഷന്റെ കുടുംബം വന്നു. എന്നിട്ട് പറഞ്ഞു, കാണാൻ തന്നെ സന്തോഷമായിരിക്കുന്നു. രാംചരൺ മാമനെ കാണാൻ കുരങ്ങിനെ പോലെയുണ്ട്. അതെ, അവർ നമുക്ക് ചീത്ത വിചാരിച്ചു, അവർക്ക് തന്നെ സംഭവിച്ചു. എന്നോട് ക്ഷമിക്കൂ കിഷൻ, ഞാൻ വല്ലാതെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴും നിന്റെ കുടുംബവും ഞാന് ശല്യമേ ചെയ്യാൻ പോകുന്നില്ല. സായന്റെ ചേട്ടന് ഞാനാണ് പണം കൊടുത്തിരുന്നത്. അപ്പോഴല്ലേ നിന്റെ കുടുംബം എപ്പോഴും സന്തോഷമായിട്ടേ ഇല്ലാതിരിക്കാൻ പറ്റുക. നിന്റെ കാരണം കൊണ്ടാണ് എന്റെ കുടുംബം ഇപ്പൊ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടിരുന്നത്. ഞങ്ങൾ അങ്ങനെ എന്ത് പാവാണ് ചെയ്തത്? നിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നീ തന്നെ നോക്കിക്കോളൂ. കിഷനും ചായയും അവിടെ നിന്നും പോയി. രാംചരണിന് തന്റെ തെറ്റുകൾ മനസ്സിലാകാൻ തുടങ്ങി. ആ മരം അവരെ താഴേക്ക് ഇറക്കി വിട്ടു. അന്നു മുതൽ കിഷൻ തന്റെ പിസ്സ എക്സ്പ്രസ് ഹൈവേയെ
വളരെ നല്ല രീതിയിൽ നടത്തി വന്നു. പിന്നെ സന്തോഷകരമായ ജീവിതം അവർ നയിച്ചു വന്നു. ഒരു കൊച്ചുകുട്ടി റോഡ് സൈഡിൽ ന്യൂസ് പേപ്പർ വിറ്റുകൊണ്ടിരുന്നു. ആ കൊച്ചുകുട്ടിയുടെ പേര് രമൺ. ഇന്നത്തെ ചൂടുള്ള വാർത്തകൾ. അവൻ ഏത് സ്ഥലത്താണോ ന്യൂസ് പേപ്പർ വിറ്റുകൊണ്ടിരുന്നത് ആ സ്ഥലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാൽ ഒരാൾ പോലും രമണിനെ ശ്രദ്ധിച്ചതേയില്ല. അപ്പോഴാണ് രമണിന്റെ അടുത്ത് വിക്രം എന്നൊരാൾ വന്നത്. അദ്ദേഹം രമണിനോട് ഇങ്ങനെ പറഞ്ഞു: കൊച്ചു ചെറുക്ക, ആ ന്യൂസ് പേപ്പർ താ. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഇന്ത്യ T20 വേൾഡ് കപ്പിൽ ജയിച്ചു. ലോകത്തിലെല്ലാവരും ഇന്ത്യയെ പ്രശംസിക്കുന്നു. അതെന്തായാലും നന്നായി. നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ സ്കൂളിലൊന്നും പോകുന്നില്ല. ന്യൂസ് പേപ്പറാണ് വിൽക്കുന്നത്. ഞാൻ ഇതുവരെ സ്കൂളിലൊന്നും പോയിട്ടില്ല. വിക്രം ഇത് കേട്ടപ്പോൾ ഒരുപാട് അസ്വസ്ഥനായി. എന്നാൽ നീ ഇപ്പോൾ പഠിക്കേണ്ട വയസ്സല്ലേ? എന്നാൽ നിന്റെ അച്ഛനും അമ്മയും നിന്നെ ചെറുപ്പത്തിൽ തന്നെ ജോലിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇല്ല, ഇതിൽ അവരുടെ ഒരു തെറ്റുമില്ല. കാരണം എന്റെ അച്ഛൻ ഇപ്പോൾ ഈ ലോകത്തിലില്ല. എന്റെ അച്ഛൻ ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചുപോയി. എന്റെ അമ്മ എല്ലാ വീടുകളിലും പോയി പാത്രം കഴുകും. അതുകൊണ്ട് വീട് നോക്കാൻ വളരെ പാടാണ്. നിന്റെ അമ്മയ്ക്ക് അറിയാമോ നീ തെരുവിൽ ഇങ്ങനെ പേപ്പർ വിൽക്കുന്ന കാര്യം? ഇല്ല, അമ്മയ്ക്ക് അതൊന്നും അറിയില്ല. ഞാൻ ജോലിക്ക് പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്നാൽ അമ്മയെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആ സ്ഥലത്തിലേക്ക് പോലീസ് വന്നു. പോലീസ് റോഡ് സൈഡിലുണ്ടായിരുന്ന എല്ലാ കടകളും അടിച്ച് തകർക്കാൻ തുടങ്ങി. അങ്ങനെ രമണിന്റെ കടയും അതിലൂടെ തകർന്നു. പോകൂ, ഇവിടുത്തെ സ്ഥലം വിട്ടോ. ഇവിടെ നിന്ന് പോകൂ. വിക്രം ഇതെല്ലാം കണ്ട് ഒരുപാട് വിഷമിച്ചു. അദ്ദേഹം രമൺ എവിടെ പോയെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പോലീസ് മറ്റു കടക്കാരോടൊപ്പം രമണിനെയും അവരുടെ പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. അങ്ങനെ അവനെ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി. അയ്യോ ദൈവമേ, പാവം കുട്ടി അമ്മ അറിയാതെ സമ്പാദിച്ചുകൊണ്ടിരുന്നു. അവനെ ആ പോലീസ് പിടിച്ചുകൊണ്ടുപോയല്ലോ. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. വിക്രം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസിനോട് സംസാരിച്ചു. സാർ, ഇവരെ എല്ലാവരെയും എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? അവർ മര്യാദയ്ക്കല്ലേ അവരുടെ ബിസിനസ് ചെയ്തത്? ഇവർ ഇല്ലീഗലായി ഇവരുടെ കടകളെല്ലാം ഫുട്പാത്തിലാണ് നടത്തിയിരുന്നത്. ഇത് കാരണം ജാം ആകുന്നു. ഞങ്ങൾക്ക് ഈ പാവങ്ങളെ ദ്രോഹിച്ചിട്ട് എന്ത് കിട്ടാനാ പറയൂ? ഇത് മുകളിൽ നിന്നുള്ള ഓർഡറാ. വിക്രം പോലീസ് പറഞ്ഞതെല്ലാം കേട്ടു. പിന്നെ രമണിനെയും നോക്കി. വിക്രം പോലീസിനോട് ഇങ്ങനെ പറഞ്ഞു: സാർ, ആ പയ്യന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. പ്ലീസ് അവനെ വിട്ടേക്കൂ. അവന്റെ അമ്മ വീട്ടിൽ കാത്തിരിക്കുവാണ്. ശരി, ഇവിടെ സൈൻ ഇട്ടിട്ട് അവനെ കൊണ്ടുപോക്കോ. വിക്രം രമണിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും വെളിയിലേക്ക് വന്നു. നിനക്ക് വിശക്കുന്നില്ലേ? അവർ നിന്നെ ഉപദ്രവിച്ചോ? ശരി, ഞാൻ നിനക്ക് ഭക്ഷണം വാങ്ങിത്തരാം. അദ്ദേഹം രമണിനെ ഒരു ഫുഡ് പ്ലാസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഫുഡ് പ്ലാസ വിക്രമിന്റെ സ്വന്തം ഫുഡ് പ്ലാസയായിരുന്നു. അവിടെ പിസ്സ, ബർഗർ, പിന്നെ മോമോസ് പോലുള്ള ഫാസ്റ്റ് ഫുഡ് കിട്ടുമായിരുന്നു. പറ, നിനക്ക് എന്താ വേണ്ടത്? പിസ്സ കഴിക്കില്ലേ? കഴിക്കുമോ നീ? ഇല്ല, എന്റെ കയ്യിൽ ഒരു പണവുമില്ല. താങ്കൾ എനിക്ക് വേണ്ടി ജാമ്യം നിന്നു. അതുതന്നെ എനിക്ക് വലിയ സഹായമാ. അയ്യോ, ഈ ഫുഡ് പ്ലാസ എന്റേതാ. നീ ഒരു പണവും എനിക്ക് തരണ്ട. നിനക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കാം. നീ എന്നെ ഒരു ചേട്ടനായി കരുതിയാൽ മതി. വിക്രം രമണിന് ഒരു പിസ്സ കൊടുത്തു. രമൺ ആ പിസ്സയിൽ നിന്നും ഒരു ചെറിയ കഷ്ണമെടുത്ത് കഴിച്ച് അത് താഴെയും വെച്ചു. വിക്രം ഇത് കണ്ട് രമണിനോട് ഇങ്ങനെ ചോദിച്ചു: എന്തുപറ്റി രമൺ? നിനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ? ഈ പിസ്സ നീ കഴിച്ചിട്ടേ ഇല്ലേ? രമൺ അവന്റെ തലയും മാട്ടി. ഇങ്ങനെ തലയാട്ടി അവന് ആ പിസ്സ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് അവൻ പറയാൻ വന്നു. എനിക്ക് വീട്ടിലേക്ക് പോകണം. എന്റെ അമ്മ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് ഇതിനേക്കാൾ രുചിയുണ്ടായിരിക്കും. ഞാൻ അത് തന്നെ കഴിക്കാം. താങ്കളുടെ സഹായത്തിനെല്ലാം നന്ദി. അയ്യോ, നീ നന്ദി പറയേണ്ട ഒരു കാര്യവുമില്ല. ഇന്നു മുതൽ നീ റോഡിൽ പേപ്പർ ഒന്നും വിൽക്കണ്ട. നീ നാളെ തന്നെ എന്റെ ഫുഡ് പ്ലാസയിലേക്ക് വന്നേക്ക്. ഞാൻ നിനക്ക് ജോലി തരാം. ശരി, ഞാൻ നാളെ വരാം. വിക്രമും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ അടുത്ത ദിവസം രാവിലെ അദ്ദേഹം സോഫയിലിരുന്ന് ചിന്തിച്ചു. പാവം കുട്ടി അമ്മയെ സഹായിക്കാൻ കരുതി. പാവത്തിനെ സാഹചര്യമാണ് ഇങ്ങനെ മാറ്റിയത്. കളിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെയോ?
പാവം ഇവൻ ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുമോ എന്തോ. വരട്ടെ, വരുമ്പോൾ പറയാം അവന്റെ പഠനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാമെന്ന്. അവൻ നന്നായി പഠിക്കണം. അതിരാവിലെ തന്നെ രമൺ വിക്രമിന്റെ ഫുഡ് പ്ലാസയിലേക്ക് വന്നു. അവൻ അവിടെ ജോലി ചെയ്യാൻ തയ്യാറായിരുന്നു. വിക്രം രമണിന്റെ അടുത്ത് വന്ന് തന്റെ പഠനത്തിനുള്ള ചിലവ് വിക്രം തന്നെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ രമൺ ഇങ്ങനെ പറഞ്ഞു: ഇല്ല, ഞാൻ എന്റെ സ്വന്തം ചെലവിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. താങ്കൾ എനിക്ക് എന്തെങ്കിലും ജോലി തന്നാൽ മാത്രമേ താങ്കളുടെ സഹായം ഞാൻ ഏറ്റെടുക്കൂ. എനിക്കും താങ്കളെ സഹായിക്കാൻ ഇഷ്ടമാണ്. ആഹാ, നിനക്ക് നല്ല ബഹുമാനമുണ്ട്. ഇത് വളരെ നല്ലതാണ്. ശരി, വൈകുന്നേരം വന്ന് കിച്ചണിൽ ജോലി നോക്ക്. ബാക്കി വരുന്ന ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോ, കേട്ടോ? രമൺ ഇതിന് സമ്മതിച്ചു. അന്നു മുതൽ അവൻ വിക്രമിന്റെ ഫുഡ് പ്ലാസയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അവൻ ഒരു രാത്രി തനിയെ ഇരുന്ന് ബാക്കി വന്ന പിസ്സ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടേക്ക് വിക്രം വന്നത്. അദ്ദേഹത്തിന്റെ നോട്ടം രമൺ കഴിക്കുന്ന പിസ്സയ്ക്ക് നേരെ പോയി. രമൺ, ഇത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. നീ അതിൽ എന്തിട്ടാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അത് നന്നായിട്ടുണ്ടോ? ഇതൊരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വിട്ടിട്ട് പോയതാ. എന്റെ അമ്മ എനിക്ക് തണ്ണിമത്തൻ ചെറുതായി അരിഞ്ഞു തന്നിട്ടുണ്ട്. ഞാനാ തണ്ണിമത്തൻ പിസ്സയിൽ ഇട്ടിട്ട് കഴിക്കുന്നത്. ഇപ്പോൾ ഇത് കഴിക്കാൻ നല്ല രുചിയുണ്ട്. ഇതിന്റെ ടേസ്റ്റ് തന്നെ കൂടി. വിക്രമിന് രമൺ പറഞ്ഞത് വളരെ വ്യത്യസ്തവും യുണീക്കുമായും തോന്നി. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പുതിയ തരത്തിലുള്ള പിസ്സ ഉണ്ടാക്കാമെന്ന ഐഡിയ വന്നു. വിക്രം രാത്രി മുഴുവനും ഇരുന്ന് ആ ഐഡിയ കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം തണ്ണിമത്തൻ പിസ്സ എന്ന പേരിൽ വിക്രം ഒരു പുതിയ തരത്തിലുള്ള പിസ്സ ലോഞ്ച് ചെയ്തു. ആ പിസ്സ വളരെ നല്ലതായിരുന്നു. അങ്ങനെ ചില ദിവസങ്ങൾക്കുള്ളിൽ വിക്രമിന്റെ കട തണ്ണിമത്തൻ പിസ്സ കൊണ്ട് ഫേമസ് ആയി. ഏതൊക്കെയോ സ്ഥലത്തു നിന്നും ജനങ്ങൾ വിക്രമിന്റെ തണ്ണിമത്തൻ പിസ്സ കഴിക്കാൻ വേണ്ടി വന്നു. വിക്രം ഇതിന്റെ ക്രെഡിറ്റ് എല്ലാം രമണിനും കൊടുത്തു. രമൺ, നീ പറഞ്ഞ ആ സ്പെഷ്യൽ പിസ്സ എത്ര ഫേമസ് ആയെന്ന് നോക്ക്. തണ്ണിമത്തൻ പിസ്സ ഉണ്ടാക്കാൻ നീ ഐഡിയ പറഞ്ഞു തന്നത്. അതുകൊണ്ട് നിനക്കിനി ജോലി ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഈ പിസ്സ കൊണ്ട് ഞാൻ എത്ര സമ്പാദിക്കുന്നു അതെല്ലാം ഞാൻ നിനക്ക് തരാം. കാരണം ഇതിന്റെ പേറ്റന്റ് നിനക്കാണ്. നീ നന്നായി പഠിക്കേ, ഞങ്ങളുടെ പേരിനെ ജ്വലിപ്പിക്കേ, കേട്ടോ? ശരി ചേട്ടാ, അങ്ങനെ തന്നെ ചെയ്യാം. അതിനുശേഷം രമണിന്റെ പഠനവും വളരെ നന്നായി പോയി. അതിനുശേഷം രമൺ ജീവിതത്തിൽ ഒരുപാട് മുന്നേറി. അവൻ അവന്റെ അമ്മയ്ക്കും വിക്രമിനും നല്ല പേര് വാങ്ങിക്കൊടുത്തു.